അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുമ്പം മലയുടെ അടിവാരത്താണ്. അടിവാരത്തു നിന്ന് ഞാൻ ഇവിടെ മേലോട്ട് കയറാനുള്ള അതിനുവേണ്ടി ഞാനൊരു വീഡിയോ എടുത്താണ്. കാരണം ഇടുമ്പം മല ഞാൻ ഇന്നുവരെ കയറിയിട്ടില്ല. ഞാനിവിടെ പളനിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇടുമ്പം മല ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറാനുള്ള ഇത് നോക്കുകയാണ്. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പുകളെല്ലാം കയറി മേലോട്ട് കയറാം. മേലോട്ട് ചെന്നിട്ട് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. കാരണം കണ്ടോ, താഴ്വശം കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്. ഭയങ്കര കാറ്റ്. ഇനി കുറേ കൂടെ കയറാനുണ്ട്. ഞാൻ ഇതിന്റെ പകുതി വരെ ആയിട്ടുള്ളൂ. വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോയി. ഏറ്റവും കാറ്റാണ് ഇവിടെ. വൈകുന്നേരം സമയമായോണ്ടേ ഭയങ്കര കാറ്റാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പോകുന്നത് ഇടുമ്പം മലയ്ക്കാണ്. ഇടുമ്പം മലയുടെ പകുതിയോളം ഞാൻ കയറിയിരിക്കുന്നു. അടിപൊളിയാ കാണാനൊക്കെ. അതാണ് നമ്മുടെ മുരുകന്റെ ക്ഷേത്രം. മുരുകന്റെ ആ ഒരു ക്ഷേത്രത്തിന്റെ അവിടുന്ന് ആ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഇടുമ്പൻ ക്ഷേത്രം നിൽക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം വന്ന് റൂം എടുത്തേക്കുന്നത്. അതപ്പം രണ്ടും അടുത്തെടുത്തായോണ്ടേ പോകാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഇടുമ്പൻ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇടുമ്പൻ ക്ഷേത്രം. അടച്ചിട്ടില്ല. നമ്മള് ഈ ക്ഷേത്രത്തിൽ വന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നത്. കാരണം നമ്മളിത് താഴെ നിന്ന് ഇത്രയും ബന്ധപ്പെട്ട് ഇത് കയറി വരുമ്പോൾ ഭയങ്കരമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്ഷീണിച്ചു പോകുന്നുണ്ട്. പക്ഷെ കയറുന്നവർക്ക് ഇതൊന്നും വിഷയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര കാറ്റുവാണേ. പക്ഷെ ഇടുമ്പസ്വാമി അടുക്കലോട്ട് വന്ന് കയറി നമ്മൾ ആ ഇടുമ്പസ്വാമിയുടെ ആ ഒരു ശില കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സർവ്വതും അങ്ങ് മാറും. കാരണം താഴെ നിന്ന് കയറി വന്ന ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങ് മാറും. അടിപൊളിയാണ് കേട്ടോ. വരുവാണെങ്കിൽ ഇവിടെ കൂടെ കയറുക. കഴിവതും ആൾക്കാർ ഇവിടെ വന്ന് കയറാൻ നോക്കുക. ഇച്ചിരി പ്രയാസമുള്ളതാണ്. നമുക്ക് പളനിക്ക് കയറുന്ന എനിക്ക് തോന്നുന്നു അത്രയും പളനിക്ക് കയറുന്നതിനെക്കാട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്നൊരു സംശയമുണ്ട്. ഇനി ഇവിടെ കയറുന്നത് ഈ സ്റ്റെപ്പ് എല്ലാം കൂടെ കയറുന്നത്. മറ്റേത് എനിക്ക് തോന്നുന്നു സുഖമാണെന്ന് തോന്നുന്നു. ഇത് അടിപൊളിയാണ് കാണാനൊക്കെ. ഓക്കെ, നിങ്ങള് ആ കാണുന്നതാണ് നമ്മുടെ പളനിമല. ഇത് പളനിമല ഭഗവാന്റെ തിരുനട കിഴക്ക് ഭാഗമാണിത്. കാണാമല്ലോ, ഈ ഇടുമ്പം മലയുടെ അവിടെ നിന്ന് നമുക്കിത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവിടെ ചുവന്നതായിട്ട് കണ്ട, അത് ഫ്രണ്ട് സൈഡിൽ അവിടെ നമ്മൾ അങ്ങോട്ടും ക്യൂ ഒക്കെ നിൽക്കുന്നത്. ഇത് ഇടുമ്പം മലയാണ്. ഈ ഭാഗം ഇടുമ്പം മല. ഇത് നമ്മളിങ്ങനെ ചുറ്റി വരുമ്പോൾ ഇവിടെ എല്ലാം മലകളാണ്. ഇത് ഫുള്ള് മലകളാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അത് നമ്മുടെ മുരുകന്റെ ക്ഷേത്രം. നമുക്ക് ഇത്രയും കൂടെ താഴോട്ട് ഇറങ്ങാനുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ താഴെ ഓരോരുത്തരും വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുക. ഇറക്കം നമുക്ക് പ്രശ്നമില്ല. ഇറക്കമൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമ്മളിലേക്ക് ഇറങ്ങിപ്പോരും. പക്ഷെ കയറ്റം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. കയറ്റം അതുപോലെ ഏറ്റ കാറ്റും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ അവിടെ ശ്രീകോവില് അടയ്ക്കാറായി. കാരണം ഒരു 6:30 കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരും അവിടെ ചെല്ലാറില്ല. കാരണം ഇത്രയും കയറി ആരും അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരാണ് അവിടെ ചെല്ലുന്നത്. ഇപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 5-8-10 പേരെ ഉള്ളായിരുന്നു. അധികം ആൾക്കാരൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. എനിക്ക് ഇനി കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഈ കയറ്റം കയറി മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടുമ്പസ്വാമിയെ കണ്ടാൽ നമ്മൾ പണ്ട് പറയാറുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ അന്ന് ഈ ഫ്രണ്ടിലൊക്കെ, അതായത്
പളനിക്കൊക്കെ പോകുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് കാര്യങ്ങൾ നമ്മൾ വാഴപ്പോളയൊക്കെ വെച്ചിട്ട് എല്ലാം ഒരുക്കി കുരുത്തോല കൊണ്ടൊക്കെ ഒരുക്കിയിട്ട് ഇടുമ്പസ്വാമിക്ക് കള്ളും കാര്യങ്ങളും ഒക്കെ വെക്കുന്ന ഒരു കള്ള് കാര്യം മുറുക്കാന് ഇതൊക്കെ വെക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ നോക്കിയിട്ട് കാണാറില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേദ്യങ്ങൾ അതൊക്കെ തന്നെയാണ്. കള്ള് ഇവിടെ ആരും കൊണ്ടുവന്ന് ഇപ്പം ഞാൻ കണ്ടില്ല. പക്ഷെ ചുരുട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ നേദ്യം ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ശ്രീകോവിലിന്റെ അകത്തുനിന്നുള്ള നമ്മളെ വീഡിയോ ഒന്നും എടുക്കുന്നത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് വേറെ കുറച്ച് പേരൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അത് എടുക്കാനൊന്നും നിന്നൊന്നുമില്ല. പക്ഷെ എന്തു ആയിക്കോട്ടെ, നമ്മളിത് ഈ കയറ്റം കയറി ഈ ഇടുമ്പസ്വാമിയെ കണ്ടു കഴിയുമ്പോൾ ഉള്ള ഒരു മനസ്സുഖം അതൊന്നും പറയാൻ വയ്യ. അത് ഞാൻ പറയാൻ വേണ്ടിയാണ് വീഡിയോയിൽ വന്നത്. അപ്പൊ എല്ലാവരും പളനിയിൽ വരുമ്പോൾ ഈ ഇടുമ്പസ്വാമി എടുക്കാൻ കയറുക. ഞാൻ ഈ മല കയറി താഴെ ഇറങ്ങാറായി. ഓക്കെ, ബൈ ബൈ.